ഹലോ നമസ്കാരം. കുറേ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം മാങ്ങയുടെ ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ മാമ്പഴ പുളിശ്ശേരിയെ തന്നെ തുടങ്ങിയേക്കാം. ഇപ്പോൾ ഇത് കേസർ മാങ്ങയാണ് കേട്ടോ ഇവിടെയൊക്കെ കിട്ടിയിരിക്കുന്നത്. കേസർ മാങ്ങ വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം. നമ്മുടെ നാടൻ മാങ്ങ വെച്ച് ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കത്തില്ല, എന്നാലും വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാമ്പഴ പുളിശ്ശേരി നമ്മുടെ കേസർ മാങ്ങ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കിങ് ഓഫ് ഫ്രൂട്ട്സ് ആണല്ലോ മാങ്ങ. അപ്പം നമ്മുടെ മാങ്ങ വെച്ച് വളരെയധികം വിഭവങ്ങൾ നമ്മുടെ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ അടിപൊളി റെസിപ്പീസും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് 4 കേസർ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത് ഓർഗാനിക് മാംഗോ ആണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പച്ച കളറിലിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെയാണ്. നമ്മൾ നല്ല മഞ്ഞ കളറിൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കാർബൈഡിട്ട് പഴുപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നന്നായിട്ട് യെല്ലോ കളറിൽ കാണുന്നത്. നമ്മുടെ നോർമൽ മാങ്ങ ഇങ്ങനെ പയ്യാണ് പഴുത്ത് വരുന്നത്. അപ്പോൾ 4 മാങ്ങ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിനകത്ത് നെകയ്ക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. മാങ്ങ മുങ്ങിക്കിടക്കണം വെള്ളത്തിൽ. അപ്പോൾ 4 മാങ്ങയാണ്. 4 പച്ചമുളകും 1 സവാളയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇത് സവാള ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കോട്ടയം സ്റ്റൈലിലാണ് ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ ഉള്ളിയൊന്നും ഇടാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 20-25 മിനിറ്റ് ഗ്യാസിൽ വെച്ചാൽ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. കുക്കറിലാണെങ്കിൽ 5-10 മിനിറ്റ് മതി, ഒരു വിസിലടിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ചിരവിയത്, 5-6 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊരു തവി കൊണ്ട് മാങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് തിളപ്പിക്കുക. കുറച്ച് വെള്ളം വറ്റിക്കോട്ടെ. നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട. നമ്മളിതിലേക്ക് അരപ്പ് ചേർക്കുന്നുണ്ട്, പിന്നെ മോര് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചാറ് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, നന്നായിട്ട് വറ്റിക്കോട്ടെ. വെള്ളം വറ്റി കുറുകി കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർക്കാം. അരപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ സിമ്മിലേക്ക് ആക്കിയിട്ട് സ്ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് തിളയ്ക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മോരാണ്. അപ്പോൾ തൈര് ഉടച്ച് ചേർക്കാം. നമുക്ക് എത്ര ചാറ് വേണോ, എത്ര ലൂസായിട്ട് വേണോ പുളിശ്ശേരി, അതനുസരിച്ച് നമുക്ക് തൈര് ചേർക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് തൈര് മോരാക്കിയിട്ടാണ് ചേർക്കുന്നത്. ഫ്ലെയിം സ്ലോയിൽ തന്നെ വെക്കാവുള്ളൂ. ഒരുപാട് ചൂടാകരുത്. കറി നല്ല ചൂടോടെ ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മോരാക്കിക്കൊണ്ട് വന്ന് തൈര് അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കി കറി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. കറി നല്ലപോലെ ചൂടാകാനേ പറ്റുള്ളൂ കേട്ടോ, തിളയ്ക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറും മാറും, രുചിയും മാറും. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കണം. സ്ലോ ഫ്ലെയിമിൽ മാത്രമേ കുക്കിംഗ് ചെയ്യാവുള്ളൂ. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മധുരത്തിൻ്റെ ഓർമ്മയാണല്ലോ. അപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല മധുരം ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാരയോ കുറച്ച് ശർക്കരയോ ചേർത്ത് കൊടുക്കാം.
പഞ്ചസാര കുഴപ്പമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. മധുരം വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ഒരു ചെറിയ മധുരം എന്തായാലും ഉണ്ടായിരിക്കും. എന്നാൽ നന്നായിട്ട് മധുരം വേണമെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഇനി കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്, അതും 1/2 ടീസ്പൂൺ. കടുകും ജീരകവും ഉലുവയും മൂത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇടാം. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പം 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. ഈ കടുക് വറുക്കുന്നതിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എല്ലാം കൂടുന്നത് കേട്ടോ. അത് നന്നായിട്ട് കടുക് വറുത്തിരിക്കണം. ഉള്ളിയൊക്കെ വേണ്ട പോലെ തന്നെ കരിഞ്ഞു പോകാതെയൊക്കെ എടുക്കണം. അപ്പം നമ്മൾ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട് കറിയിലേക്ക്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ കറിയിൽ തന്നെ പിടിക്കുന്നത്. ഇത് ഒരു കുറച്ച് നേരം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റിലോട്ട് വരുന്നത്. ഇച്ചിരി ഒന്ന് തണുക്കുമ്പോഴാണ് അതിൻ്റെ രുചി കൂടിക്കൂടി വരുന്നത്. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, അതും കേസർ മാങ്ങ കൊണ്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. കേരളത്തിന് വെളിയിലാണ് എന്നൊക്കെ വിചാരിച്ച് അയ്യോ നാടൻ മാങ്ങയില്ലല്ലോ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും വേണ്ട. ഏത് മാങ്ങ വെച്ച് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് തരും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപകാരപ്രദമായ കേരള ഒതൻറ്റിക് റെസിപ്പീസാണ് മെയിൻലി ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ബ്യൂട്ടി ടിപ്സും ഗാർഡൻ ടിപ്സും എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കും. നമ്മുടെ ഈ മാങ്ങയുടെ എല്ലാം പല പല റെസിപ്പീസ് ഇനി പുറകെ വരുന്നതാണ്. ഒന്നും കാണാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.